വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കപടനാട്യക്കാരെ പോലെ സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യങ്ങൾ അറിയുന്ന പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ വിജാതീയരെ പോലെ അതിഭാഷണം ചെയ്യരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം പിതാവ് അറിയുന്നു. യഹൂദ ജനതയുടെ പ്രമാണിമാരായ ആളുകൾ സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിൽ നിന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മുൻപിൽ പെരുമ്പറ മുഴക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഉച്ചത്തിൽ പ്രാർത്ഥിക്കരുത് എന്നല്ല യേശു പറയുന്നത്, മറിച്ച് കപടനാട്യക്കാരെ പോലെ പ്രാർത്ഥിക്കരുത് എന്നാണ്. അവർ ചെയ്തിരുന്നത് ജനങ്ങളുടെ ശ്രദ്ധ നേടുവാനും അവരുടെ കയ്യടി നേടുവാനും വേണ്ടിയുള്ള പ്രകടനങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനയെക്കുറിച്ച് വിവിധങ്ങളായ വ്യാഖ്യാനങ്ങളും നിർവചനങ്ങളും നാം കേട്ടിട്ടുണ്ട്. ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാനുള്ള അവസരമാണ് പ്രാർത്ഥന എന്ന് പൊതുവെ പറയാം. വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന, കൃതജ്ഞതാ പ്രാർത്ഥന, യാചനാ പ്രാർത്ഥന എന്നിങ്ങനെയൊക്കെ. ഓരോ പ്രാർത്ഥനയുടെയും ഉള്ളടക്കം എന്താണോ അതിനനുസരിച്ചാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഇത്തരം വ്യത്യസ്തങ്ങളായ പേരുകൾ നൽകിയിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്ക് വ്യക്തിപരവും സാമൂഹികവുമായ മാനങ്ങളുണ്ട്. ഒരു വ്യക്തി തനിക്ക് വേണ്ടി മാത്രമല്ല, താൻ ജീവിക്കുന്ന സമൂഹത്തിലെ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവനാണ്. സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടില്ല എന്ന്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ജോലി, എൻ്റെ രോഗശാന്തി, എൻ്റെ സമ്പത്ത് എന്നിങ്ങനെ കുറേ എൻ്റെകൾ ചേർത്ത് വെച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ്. അതൊക്കെ സ്വാർത്ഥതയ്ക്ക് മുൻതൂക്കം നൽകിയിട്ടുള്ള പ്രാർത്ഥനകളാണ് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ യേശു കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മനോഭാവം എന്താണ് എന്നുകൂടി ഈശോ പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫരിസയൻ അഹങ്കാരത്തോടു കൂടി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചുങ്കക്കാരനാകട്ടെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ശേഷിയില്ലാതെ മാറത്തടിച്ചുകൊണ്ട് തൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവൻ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചു പോവുകയും ചെയ്യുന്നു. 1912 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഫ്രഞ്ചുകാരനായ അലക്സിസ് കരേൽ നിരീശ്വരവാദിയായിരുന്നു. പക്ഷേ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തെ ഈശ്വരവാദിയാക്കി മാറ്റി. അദ്ദേഹം പറയുന്നു, ഒരു മനുഷ്യന് ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നതിൽ ഏറ്റവും ശക്തമായ ഊർജം പ്രാർത്ഥനയാണ് എന്ന്. പ്രാർത്ഥനയ്ക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് അലക്സിസ് കരേൽ തിരിച്ചറിയുന്നു. നിരന്തരം പ്രാർത്ഥിക്കണമെന്നും ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ വിധവയുടെയും ന്യായാധിപൻ്റെയും ഉപമയാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ഭക്താശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്നുള്ള സന്ദേശം ആ ഉപമ നമുക്ക് നൽകുന്നുണ്ട്. ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ എളിമയോടെ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി രൂപാന്തരപ്പെടുവാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.